ഹലോ, ഇന്ന് പെട്ടെന്ന് തന്നെയാണ് ഷോപ്പിംഗ് പോകാമെന്ന് വിചാരിച്ചത്. കാരണം ബർത്ത്ഡേയും ഓണൊക്കെ വരല്ലേ, അപ്പോൾ ഒരു നല്ല ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബിണ്ടി മസാല ഉണ്ടാക്കി, ദാൽ ഉണ്ടാക്കി വെച്ചു, ചോറും പിന്നെ ഇപ്പോൾ അത് ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഒന്നും കഴിക്കാതെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രംപി ആവും, പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കും. അപ്പോൾ ഇപ്രാവശ്യം ലഞ്ച് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ബർത്ത്ഡേയിൽ വിഷുക്കട്ട ഉണ്ടാക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ചുമന്ന മട്ടരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഷർ കുക്ക് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കും. ആ സമയത്ത് ഒരു ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വിശാൽ ചിലപ്പോൾ ഗിഫ്റ്റ്സ് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും സർപ്രൈസിന് വേണ്ടിയിട്ട്. അതാണ് വന്നത്. എന്തായാലും ഞാനത് തുറന്നിട്ട് നോക്കണില്ല. വെണ്ടയ്ക്കാനെ ശരിക്കും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കിറുകിറുകിറുന്ന് സൗണ്ട് വരും. അതേ വരെ റോസ്റ്റ് ചെയ്യണം, അപ്പോഴാണ് വെണ്ടയ്ക്കാരൻ ശരിക്കായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. പണിയൊക്കെ കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട്. ഇനിയൊരു സമാധാനത്തോടെ സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരു അലോവേര ജെല്ലാണ് ഇടുന്നത്. കാരണം പുറത്ത് കണ്ടമാനം വെയിലാണ്, ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് സ്കിന്നിന് കുറച്ച് കൂളിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ സാധാരണ ഒരു മോയ്സ്ചറൈസറിങ് യൂസ് ചെയ്യും, നമുക്ക് സ്കിന്നിൽ കുറച്ച് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കുട്ടി മേക്കപ്പ് കിറ്റാണിത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ളത് എനിക്ക് ലിപ് ബാമാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ലാബെല്ലോയുടെ ലിപ് ബാമാണ്. ഇത് മെൻസിൻ്റെ ലിപ് ബാമാണ്, പക്ഷെ വളരെ ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യും. കാരണം ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാത്ത കാരണം ആ ഒരു ഷേപ്പിൽ നിൽക്കാറില്ല. അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുഖത്തേക്ക് ഒരു ഭംഗി തോന്നുക. അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, കാരണം നമ്മൾ മാസ്കിലല്ലേ, അപ്പോൾ പിന്നെ അതൊന്നും ഇടാറില്ല. ഇനി വിശാൽ ഭക്ഷണം കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഉണ്ട്. ആ ഒരു സമയം ഞാൻ വീട്ടിൽ കുറച്ച് നടക്കാണ്. ഇന്ന് മെയിനായിട്ട് ഈ ഷോപ്പിങ്ങിൽ കുറച്ച് അയക്കയിലും പോകാനുണ്ട്. കാരണം പോട്ട് വാങ്ങിക്കണം. ഞാൻ ഈ ഒരു പെരിവിങ്കൽ പ്ലാന്റ് 1 ദിറത്തിനാണ് വാങ്ങിച്ചത് കേട്ടോ. ഈച്ച് പോട്ട് 1 ദിറം. ഈ ചെറിയ പോട്ടിൽ നിന്ന് വലിയ പോട്ടിലേക്ക് ആക്കിയപ്പോൾ തന്നെ കണ്ടമാനം പൂക്കൾ ഇതിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സോയിലും ഫെർട്ടിലൈസറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂക്കൾ ഇതിൽ ഉണ്ടാവും. ഇതിനെ ഹിന്ദിയിൽ പറയുന്നത് സദാബഹാർ എന്നിട്ടാണ്. എന്ന് വെച്ചാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്, പെരിവിങ്കൽ പ്ലാന്റ്. അപ്പോൾ ഇതെന്തായാലും 1 ദിറം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സ്പെരിമെന്റ് ചെയ്യുക. സമ്മറായിട്ട് പോലും നന്നായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ പോട്ടിൽ നിന്ന് വലിയ പോട്ട് എനിക്ക് വാങ്ങിക്കേണ്ടി ഒരു വായിക്കയിൽ പോയിട്ട് എനിക്ക് ആ വെള്ള കളറും ഈ പിങ്ക് കളറിൻ്റെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് വീട്ടിൽ കാണാൻ നല്ല രസമാണ്. ലുലുവിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ് റിയോ. അതിലാണ് ഞാൻ ആദ്യം പോയിട്ട് കയറി നോക്കിയത്. അപ്പോൾ പിന്നെ 20% ഡിസ്കൗണ്ടിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഞാൻ കണ്ടു. ഈ ഒരു പിങ്ക് കളറിൻ്റെ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനത് ട്രയലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കുർത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഖലീദിയ മോളിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറയുമ്പോൾ ഖലീദിയ മോളിൽ ഒരു ഡ്രസ്സ് കളക്ഷൻ കാണാൻ വന്നത്. നല്ല കളക്ഷൻ ഉണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ ട്രയൽ ചെയ്തതിൽ ഈ പിങ്ക് കളറിൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. പക്ഷേ എന്നാലും ഒരു രസം ഉണ്ടായിരുന്നില്ല ഫുള്ള് ഇട്ടപ്പോൾ. ആ ഒരു ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ ഒരു എടുത്ത് കാണിപ്പിക്കൽ എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ മറ്റേ കുർത്തീസൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് ഈ ഒരു മെറൂൺ കളറിൻ്റെ കുർത്തി നന്നായി ഇഷ്ടപ്പെട്ടു, പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പിങ്ക് റാണി കളറിൻ്റെ ഡ്രസ്സ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്നത് ഞാൻ തോന്നുന്നുണ്ട്. ഇത് ശരിക്കും പറയുമ്പോൾ 45 ദിറംസ് ആണ് ഉള്ളത്. 20% ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് 33 ദിറംസ് ഒക്കെ ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ നല്ല ഡീലാണ്. പിന്നെ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല. കുർത്താസാണ് കൂടുതലും ഇഷ്ടമായത്. പിന്നെ ഞാനില്ലേ കോളർ നെക്ക് ആയിട്ടുള്ള കുർത്താസ് ഇട്ടിട്ട് എനിക്കിപ്പോൾ നെക്കില്ലാത്ത കുർത്താസൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു അപാകത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ നെക്കുകളൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചേരുന്നത്. അപ്പോൾ ഞാനത് എടുത്തില്ല. പക്ഷേ ഇങ്ങനത്തെ നെക്കിലായിരുന്നു കുറച്ചും കൂടി കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സസും കുറേ ലുലുലു ഞാൻ കണ്ടു, നല്ല ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രസ്സിനേക്കാളും കൂടുതൽ കുർത്തേസിലാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഓണത്തിനൊക്കെ കുർത്താസല്ലേ വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഖലീദിയ മോളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുർത്താസിന് നല്ല കളക്ഷൻ കിട്ടും. പിന്നെ 20% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് വന്നോളൂ.
പൂക്കളിന് വേണ്ടിയിട്ട് പോട്ട് വാങ്ങിക്കാനായിട്ട് ഞാൻ ഐക്കിയയിൽ കയറി. പക്ഷെ എനിക്ക് ആവശ്യമുള്ള പോട്ട് എനിക്ക് കിട്ടില്ല. ഏകദേശം ഇങ്ങനത്തെ ബാൽക്കണീൻ്റെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു വുഡൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് പോട്ട് കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് പ്ലാന്റ് പോട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും ഞാൻ അത് വാങ്ങിച്ചില്ല. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി, വയറ് തുടങ്ങി. അപ്പോൾ നേരെ നമ്മൾ ലുലുക്ക് വിട്ടു. ലുലു ഞാൻ വാങ്ങിച്ച കൂട്ടീന ഒരു സാധനമാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള കുക്കീസ്. ഇവർ യൂണിബിക്ക് കമ്പനീൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്തിട്ട് അവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും തുടങ്ങി. ദൈവമേ, ലുലു എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ശരിക്കും പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും നല്ലതാണ്, ബിസിനസ് ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഈ കുക്കീസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. യൂണിബിക്ക് ബിസ്ക്കറ്റും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ലുലു പോയി കഴിഞ്ഞാൽ പോകുന്നൊരു സ്ഥലമാണ് റെഡ്യൂസ്ഡ് പ്രൈസ് സെക്ഷനിൽ. അവിടെ ഈ റാഗി ബൈറ്റ്സ് സോൾഫുളിൻ്റെ 3 ദിറത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും അതും എടുത്തു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ കണ്ടതാണ് ഈ മൂച്ചി ഡെസേർട്ട്. ഇതെന്ന് പറയുമ്പോൾ ജാപ്പനീസ് ആൾക്കാരുടെ ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. വിശാലിന് ഓഫീസിലെ ഷൂ ഒക്കെ നോക്കണമായിരുന്നു. കാരണം നമ്മൾ ഷൂ ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ഈ ആകെപ്പാടെ ഇന്ത്യ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് 2 വർഷമായിട്ട് ഒന്നും വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഷൂ ഒക്കെ ആകെ പാളീസായി. ഇങ്ങനെയാണ് പ്രവാസികൾ. നമ്മൾ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. എന്നിരുന്നാലും ഷൂ ഒക്കെ ലുലുവിൽ നല്ലതുണ്ടായിരുന്നു. പക്ഷേ ക്ലാർക്കിൽ ഒരു 75% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാർക്സ് ഒരു നല്ല ബ്രാൻഡാണ്. പിന്നെ ഈ ഒരു 75% എന്നൊക്കെ പറയുമ്പോൾ നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്നൊരു വിശാലിനും ഒരു ഷൂ വാങ്ങിച്ചു. അങ്ങനെ ഇന്നൊരു നല്ല ഷോപ്പിംഗ് നടത്തി. ഞാൻ ഹാപ്പി, വിശാലും ഹാപ്പി. ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും ലുലുവിൽ എന്ത് കളക്ഷൻസ് ആണ് എന്നതൊക്കെ. ഈ മോച്ചി ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും പിന്നെ ഗ്രീൻ മൂങ്ക് പേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡെസേർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കൺട്രിയിലെ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാൻ പറ്റി. ഇത് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് എന്ന് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഡെസേർട്ടാണ്, അധികം മധുരമൊന്നും ഇല്ലാത്ത ഡെസേർട്ടാണ്. ഇതിൽ വേറെ വേറെ ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം മാംഗോ ഫ്ലേവർ ട്രൈ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.